കൂട്ടുകാരെ, എല്ലാവർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷത്തോടെ ഇരിക്കുന്നോ? ഇന്ന് ടീച്ചർ പുതിയ പാട്ടും കഥകളും ക്രാഫ്റ്റ് വർക്കും ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും സൺഡേ സ്കൂൾ പഠിക്കാൻ റെഡി ആയിട്ട് കൂട്ടുകാരെല്ലാം ഓടി വന്ന് ടീച്ചറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെല്ലാം കണ്ണടച്ചേ. ഹല്ലേലൂയ. യേശുപ്പച്ച സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ആമേൻ ഹല്ലേലൂയ യേശുപ്പച്ചനെ പറ്റി കേൾക്കുവാനും കർത്താവെ പഠിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. കുട്ടികളെ അതിനായി അനുഗ്രഹിക്കണമേ അപ്പച്ച. ഇന്നത്തെ ക്ലാസ് അവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പഠിക്കുവാനും ക്രാഫ്റ്റ് ചെയ്യുവാനും കഥകളൊക്കെയും പഠിക്കുവാനൊക്കെയും കുട്ടികളെ സഹായിക്കണമെന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ഇന്നൊരു ഹിന്ദി പാട്ടുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാട്ട് പഠിച്ചാലോ? ആദ്യം നമുക്ക് ആ ഹിന്ദി പാട്ട് പഠിക്കാം. ഓക്കെ, അപ്പം പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്. കിസ്നെ ബനായാ ഫൂലോ കോ ഫൂലോ കോ ഫൂലോ കോ, किसने बनाया फूलों को, ईश्वर स्वर्ग में है. किसने बनाया तारों को तारों को तारों को, किसने बनाया तारों को, ईश्वर स्वर्ग में है. किसने बनाया चिड़ियों को चिड़ियों को चिड़ियों को, किसने बनाया चिड़ियों को, ईश्वर स्वर्ग में है. किसने बनाया मुझको तुझको मुझको तुझको मुझको तुझको, किसने बनाया मुझको तुझको, ईश्वर स्वर्ग में है. കുട്ടികൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ അർത്ഥം മനസ്സിലായ കൂട്ടുകാരെ? ടീച്ചർ പറഞ്ഞുതരാം. അതിലിങ്ങനെയാണ് പറയുന്നത്. കിസ്നെ ബനായ ഫൂലോं को, പിന്നെ പൂന്തോട്ടത്തിലെ പൂക്കളെ ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ യേശുപ്പച്ചനല്ലേ. അതുപോലെ താരോക്കോ, നക്ഷത്രങ്ങളെ ആരാണ് ഉണ്ടാക്കിയത്? യേശുപ്പച്ചനാണ് ഉണ്ടാക്കിയത്. ചിടിയോക്കോ ചിടിയോക്കോ എന്ന് വെച്ചാൽ പക്ഷികളെ ആരാണ് ഉണ്ടാക്കിയത്? യേശുപ്പച്ചനാണ് ഉണ്ടാക്കിയത്. അതുപോലെ മുജുകോ തുജുകോ, എന്നെയും നിന്നെയും ഒക്കെ ഉണ്ടാക്കിയത് ആരാണ്? യേശുപ്പച്ചനാണ്. അതാണ് ഈ പാട്ടിന്റെ അർത്ഥം. നമുക്ക് ഒരുമിച്ച് ആക്ഷനൊക്കെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ പാടാം. ഓക്കെ, കൂട്ടുകാർ ചേർന്ന് ചെയ്യണേ ടീച്ചറിന്റെ കൂടെ. കിസ്നെ ബനായാ ഫൂലോ കോ ഫൂലോ കോ ഫൂലോ കോ, किसने बनाया फूलों को फूलों को फूलों को, ईश्वर स्वर्ग में है. किसने बनाया तारों को तारों को तारों को, किसने बनाया तारों को तारों को तारों को, ईश्वर स्वर्ग में है. किसने बनाया चिड़ियों को चिड़ियों को चिड़ियों को, किसने बनाया चिड़ियों को, ईश्वर स्वर्ग में है. किसने बनाया मुझको तुझको मुझको तुझको मुझको तुझको, किसने बनाया मुझको तुझको मुझको तुझको मुझको तुझको, ईश्वर स्वर्ग में है. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെ, നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്താലോ? നമുക്ക് ഇന്നൊരു സ്റ്റാർ ഉണ്ടാക്കാം. ഒരു നക്ഷത്രം നമുക്ക് ഉണ്ടാക്കാം. ക്രിസ്മസ് ട്രീയിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന സ്റ്റാർ ഇല്ലേ, അതുപോലെ യേശുപ്പച്ചൻ ജനിച്ചപ്പോൾ ആകാശത്തൊരു അടയാളം ഉണ്ടായി. അതൊരു നക്ഷത്രമായിരുന്നു. അപ്പോൾ ആ നക്ഷത്രം നമുക്ക് ഉണ്ടാക്കിയാലോ? ഒരു പേപ്പർ വെച്ച് നമുക്ക് എങ്ങനെ ഒരു നക്ഷത്രം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു വെള്ള പേപ്പർ നമുക്കിവിടെ എടുക്കാം. കണ്ടോ, ടീച്ചർ എടുത്താൽ കണ്ടോ ഒരു വെള്ള പേപ്പർ. ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കും. രണ്ടായിട്ട് ഇതിനെ നമ്മൾ
മടക്കും. കണ്ടോ കുട്ടികളെ? ഇതുപോലെ നമ്മളിതിനെ മടക്കി. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കണം. കൂട്ടുകാർ ശ്രദ്ധിച്ച് നോക്കണേ. ടീച്ചർ എന്തുവാ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇങ്ങനെ മടക്കി. കണ്ടോ കൂട്ടുകാരെ? കണ്ടോ? അതിനുശേഷം നമ്മൾ തിരിച്ചും ഇങ്ങനെ മടക്കണം. കണ്ടോ കൂട്ടുകാരെ? തിരിച്ചും മറിച്ചും നമ്മളിതിനെ ഇങ്ങനെ മടക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരണം. കണ്ടോ കൂട്ടുകാരെ? കണ്ടോ? അതിനുശേഷം നമ്മൾ ഇങ്ങനെ മടക്കി വെക്കണം. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ മടക്കി വെക്കണം. അതിനുശേഷം ഇതും കൂടെ നമ്മൾ ചേർത്തിട്ട് ഇങ്ങനെ മടക്കണം. കണ്ടോ? ഇതുപോലെ മടക്കി റെഡിയാക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കണം. കണ്ടോ കൂട്ടുകാരെ? മടക്കിയ ശേഷം ഇങ്ങനെ ഒരു ഷേപ്പിൽ വരും. കണ്ടോ? ഇങ്ങനെ. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു സിസർ വെച്ച് നമുക്ക് ഇങ്ങനെ മുറിക്കാം. എങ്ങനെ മുറിക്കണം? ടീച്ചർ പറഞ്ഞതാണ്. കണ്ടോ കൂട്ടുകാരെ? ഇതിനെ മുറിച്ചപ്പോൾ എന്താണ് കിട്ടിയത്? കണ്ടോ? നമുക്കൊരു സ്റ്റാറിനെ കിട്ടിയ. കണ്ടോ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്റ്റാർ? കണ്ടോ? എന്ത് സുന്ദരമായ സ്റ്റാറാണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു കണ്ടോ? നമുക്ക് പേപ്പർ വെച്ചിട്ട് സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ പഠിച്ചില്ലേ? സ്റ്റാർ നമ്മൾ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്റ്റാർ ഉണ്ട്. എന്ത് ഭംഗിയാണ് അതിനെ കാണാൻ അല്ലേ? അതുപോലെ ഒരു സ്റ്റാറും ടീച്ചർ ഉണ്ടാക്കി. കുട്ടികൾ ഇത് പഠിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്കൊരു കഥ പഠിച്ചാലോ? നമുക്ക് ഇന്ന് ടീച്ചർ യോനയുടെ കഥയുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് യോനയെ പറ്റി അറിയാമോ? ബൈബിളിനകത്തെ ബൈബിളിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് യോന. ആ യോനയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യോന ദൈവത്തിന്റെ ഒരു ദാസനായിരുന്നു. യോനയോട് ദൈവം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ദൈവത്തോട് യോന പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം യോനയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, യോന, നീ നിനവേ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് കടന്നു പോകണം. അവിടുത്തെ ആൾക്കാര് ഭയങ്കര പാപപ്രവർത്തികൾ ചെയ്യുന്നതാ. അവിടെ കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും ഒക്കെയുള്ള ദുഷ്ടജനങ്ങൾ അവിടെ താമസിക്കുന്നത്. എവിടെ? നിനവയില്. അപ്പോൾ ആ പട്ടണത്തിൽ ചെന്ന് നീ പ്രസംഗിക്കണം. അവരൊക്കെ നല്ലവരായി തീരാൻ വേണ്ടി നീ പ്രസംഗിക്കണമെന്ന് ദൈവം യോനയോട് പറഞ്ഞു. യോനയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. യോന വിചാരിച്ചു, നിലവിലൊന്നും പോകുന്നില്ല, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് യോന വേറൊരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തിന്റെ പേരാണ് തർശീശ്. ആ സ്ഥലത്തേക്ക് യോന പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കപ്പലിൽ കയറി
മറ്റു യാത്രക്കാരൊക്കെ ഉണ്ട്. ആ കപ്പലിൽ കയറി യോന എങ്ങോട്ട് യാത്രയായി? തർശീശിലേക്ക് യാത്രയായി. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യോന ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ചോ കുട്ടികളെ? ഇല്ല, അനുസരിക്കാതെ യോന എങ്ങോട്ടാണ് പോയത്? തർശീശിലേക്ക് പോയി. അപ്പം ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റും ഭയങ്കര ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും ഈ കപ്പൽ ഇങ്ങനെ ഉലയാൻ തുടങ്ങി കേട്ടോ. ആൾക്കാർക്കെല്ലാം ഭയങ്കര പേടിയായി. എന്ന് പറഞ്ഞു, ഇത് എന്താണ് സംഭവിക്കുന്നത്, എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ആരോ പാപം ചെയ്തിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ആ വ്യക്തി മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഇവര് പറയാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ ഇത് ആരാണ് എന്ന് ഇവര് തമ്മിൽ ചോദിച്ചു. അവസാനം നമുക്ക് ഈ കപ്പലിലുള്ള എല്ലാ ആൾക്കാരുടെയും പേര് നമുക്ക് ഇങ്ങനെ ഒരു കടലാസിനകത്ത് എഴുതി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് ഒരാളുടെ പേര് ഇങ്ങനെ എടുക്കാം. അതിനകത്ത് ആരുടെ പേരാണോ അയാളായിരിക്കും അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആൾക്കാരെല്ലാം കൂടെ കപ്പലിലുള്ള എല്ലാ ആൾക്കാരുടെയും ഓരോ പേര് ഇങ്ങനെ കുഞ്ഞു പേപ്പറിനകത്ത് എഴുതി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അവസാനം ഇങ്ങനെ എടുത്തിട്ട് അവര് എല്ലാം ഇങ്ങനെ കുലുക്കി ഇട്ടിട്ട് അവസാനം ഒരു പേപ്പർ അതിനകത്ത് എടുത്തു നോക്കിയപ്പോൾ ആരുടെ പേരാണ് അതിനകത്തുള്ളത്? യോനയുടെ പേരായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി യോനയാണ് എന്തോ കള്ളം ചെയ്തിട്ട് വന്നിരിക്കുന്നതെന്ന് അവിടുത്തെ ആൾക്കാർക്കെല്ലാം മനസ്സിലായി. അന്നേരം ആൾക്കാർ ചോദിച്ചു, യോന, നിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? ഇവിടെ കപ്പലിൽ ഭയങ്കര കാറ്റടിക്കുകയാണ്, കപ്പൽ എപ്പോഴാ മറിഞ്ഞു പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ യോന എന്താണ് പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ കപ്പലിൽ നിന്ന് എടുത്ത് സമുദ്രത്തിലേക്ക് എറിയാൻ പറഞ്ഞു. അവർക്കത് ഭയങ്കര സങ്കടം, അവരൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ യോന പറഞ്ഞു, നിങ്ങളത് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കപ്പലിൽ ശാന്തത വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ എടുത്ത് സമുദ്രത്തിലോട്ട് എറിയാൻ പറഞ്ഞു. അങ്ങനെ ഈ കപ്പലിലെ ആൾക്കാരെല്ലാം കൂടെ എന്തെടുത്തു? ഈ യോനയെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോഴത്തേനും കൊടുങ്കാറ്റെല്ലാം ശാന്തമായി. അങ്ങനെ സമുദ്രത്തിലോട്ട് എടുത്ത് യോനയെ എറിഞ്ഞപ്പോഴത്തേനും യഹോവയായ ദൈവം ഒരു മീനോട് കൽപ്പിച്ചു, നീ പെട്ടെന്ന് പോയി യോനയെ അങ്ങ് വിഴുങ്ങണോന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് യോന അങ്ങോട്ട് വീണപ്പോഴത്തേനും ഒരു വലിയ മീൻ വന്നു യോനയെ അങ്ങ് വിഴുങ്ങി. കേട്ടോ കൂട്ടുകാരെ? യോന ഇപ്പോൾ എവിടെയാണ്? മീനിന്റെ വയറ്റിനകത്ത് കിടക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്നെ വിടുവിക്കണമേ, ഈ മീനിന്റെ വയറ്റിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ടിട്ട് 3 ദിവസത്തിന് ശേഷം എന്തെടുത്തു? ഈ മീൻ ഇങ്ങനെ നീന്തി ഒരു കരയിലോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് യോനെ ഛർദ്ദിച്ചങ്ങ് കളഞ്ഞു. യോന വെളിയിലോട്ടങ്ങ് വന്നു. അങ്ങനെ യോനയ്ക്ക് ഒരു വിടുതൽ കിട്ടി. മനസ്സിലായോ? ഈ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റിയത്? ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേട്ട് അനുസരിച്ചില്ലെങ്കിൽ നമ്മളെ ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കും. ദൈവം യോനയോട് എന്താണ് പറഞ്ഞത്? നീ എവിടേക്കാണ് പോകേണ്ടതെന്നാ പറഞ്ഞത്? നീ നിലവിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ യോന എവിടേക്ക് പോയി? തർശീശിലേക്ക് പോയി. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ? ഇല്ല. അപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു. എന്താണ് ശിക്ഷ? അവനെ എന്തെടുത്തു? മീനിന്റെ വയറ്റിലേക്ക് അവനെ അവനെ എന്ത് ചെയ്തു? അവനെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ 3 ദിവസം മീനിന്റെ വയറ്റിൽ ആര് കിടന്നു? യോന അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ എന്നെ വിടുവിക്കണമേ എന്ന് നിലവിളിച്ചു. അങ്ങനെ ദൈവം അവന്റെ നിലവിളി കേട്ട് അവനെ രക്ഷിച്ചു. 3-ാം ദിവസം അവനെ ഒരു കരയിലേക്ക് കൊണ്ടുവന്ന് ഛർദ്ദിച്ചു കളഞ്ഞു. അങ്ങനെ യോനയ്ക്ക് ഒരു വിടുതൽ കിട്ടി. കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് എന്ത് ഗുണപാഠമാണ് കിട്ടുന്നത്? നമ്മൾ ദൈവത്തെ അനുസരിക്കണം. നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ബൈബിൾ വായിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതാണ് നമ്മളോട് ദൈവം പറയുന്നത്. കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കൊരു മനപ്പാഠം പഠിച്ചാലോ?
നമുക്ക് ഇന്നത്തെ മനപ്പാഠം പഠിക്കാം. ഇത് മനപ്പാഠമാണ്. സങ്കീർത്തനം 95:3. എത്രയാണ്? സങ്കീർത്തനം 95:3 വാക്യം. ടീച്ചർ വായിക്കാമേ. 95:3. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ടീച്ചർ ഒന്നുകൂടെ വായിക്കട്ടെ. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? എത്ര നല്ല വാക്യമാണല്ലേ? എന്താണ് അവിടെ പറയുന്നത്? യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. അപ്പോൾ നമ്മുടെ രാജാവ് ആരാണ്? നമ്മുടെ ദൈവം അല്ലേ? അവൻ മഹാദൈവമാണ്. അതുപോലെ തന്നെ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവാണ്. അതാണ് ഈ മനപ്പാഠത്തിൽ പറയുന്നത്. കൂട്ടുകാർക്ക് മനപ്പാഠം ഇഷ്ടപ്പെട്ടോ? ഇത് മറക്കാതെ കൂട്ടുകാർ പഠിക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേനും ഈ മനപ്പാഠങ്ങളെല്ലാം പഠിച്ചു വെക്കണേ നല്ല കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? നമ്മൾ ഇന്ന് നല്ലൊരു പാട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ യോനയുടെ കഥ പഠിച്ചു. അങ്ങനെ നല്ല നല്ല കഥകളും പാട്ടുകളും ക്രാഫ്റ്റുകളും ഒക്കെ ചെയ്യാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന നല്ല കുട്ടികളായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരണം. ഓക്കെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. യേശുപ്പച്ച തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കുട്ടികളെ പഠിപ്പിക്കുവാനും കുട്ടികൾക്ക് പഠിക്കുവാനൊക്കെയും കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും കർത്താവിനെ പകർന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ അപ്പച്ചന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവിടെ നാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാരെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെയും ടാറ്റാ.